അർത്ഥവിചാരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. നമ്മളിപ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു കൃത്യചിത്രമാണ് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥ കേരളത്തിനുണ്ടാക്കിയതിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പങ്ക് വളരെ വലുതല്ലേ? തീർച്ചയായിട്ടും. കേരളത്തിലെ കഴിഞ്ഞ ഒരു 4-5 പതിറ്റാണ്ടുകൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ആ ഒരു എവല്യൂഷൻ, അതിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന അവസ്ഥ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള പൊതുബോധമാണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ പൊതുബോധം സൃഷ്ടിച്ചിട്ടുള്ളത് ആരാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അവർ അവകാശപ്പെടുന്നത് പോലെ തന്നെ നമ്മുടെ നാട്ടിലെ പുരോഗമനത്തിൻ്റെ വക്താക്കൾ എന്ന് പറയുന്നവർ, പ്രത്യേകിച്ചും അങ്ങനെ അവകാശപ്പെടുന്ന ഇടതുപക്ഷ പാർട്ടികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, അവരാണ് എപ്പോഴും ഇവിടെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ ആധിപത്യം ഉണ്ടായിരുന്നത്. ഇനി അവർ ഇലക്ഷനിൽ തോൽക്കുന്ന സമയത്ത് പോലും അവർ സൃഷ്ടിക്കുന്ന നെറേറ്റീവ്സ്, ആഖ്യാനങ്ങളാണ് സമൂഹം മൊത്തത്തിൽ വിശ്വസിക്കുന്നത്. അവരുടെ രാഷ്ട്രീയ എതിരാളികൾ പോലും അതിനെ എൻഡോഴ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. കേരളത്തിലിപ്പോൾ LDF പറയുന്ന നെറേറ്റീവ്സ് അത് തന്നെയാണ് പലപ്പോഴും UDF ഫോളോ ചെയ്യുന്നത്. അതിൽ അവരെ കടത്തിവെട്ടാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയും എന്നുള്ളതാണ് അവർ നോക്കുന്നത്. അതല്ലാതെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നെറേറ്റീവാണ് ശരിയെന്ന് കൊണ്ടുവരിക. ഇപ്പോൾ ഉദാരവൽക്കരണമൊക്കെ കൊണ്ടുവന്ന സമയത്ത് നമ്മളത് വളരെ പ്രകടമായിട്ട് കണ്ടിട്ടുള്ളതാണ്. ഉദാരവൽക്കരണം കൊണ്ടുവന്ന പാർട്ടിയുടെ നേതാക്കൾ തന്നെ അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ടത്, അത് കേരളത്തിന് എങ്ങനെ, എന്തുകൊണ്ട് അത് വേണമെന്ന്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താമെന്ന് ജനങ്ങളെടുത്ത് പറയുന്നതിന് പകരം ഇടതുപക്ഷം കൊണ്ടുവന്ന നെറേറ്റീവ്സ് ആവർത്തിച്ചുകൊണ്ട് അവരെക്കാളും വലിയ പുരോഗമനവാദികൾ ഞങ്ങളാണ് എന്ന് തെളിയിക്കാനുള്ള വ്യഗ്രതയാണ് അതിലുണ്ടായിട്ടുള്ളത്. ഇതിൽ ഒരു മാറ്റവും, ഇനിയിപ്പോൾ മൂന്നാമതൊരു രാഷ്ട്രീയ ശക്തി കേരളത്തിൽ വന്നാൽ പോലും ഇതിൽ മാറ്റം ഉണ്ടാവുമോ എന്ന് സംശയമുണ്ട്. കാരണം ഈ നെറേറ്റീവ്സ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതും അത് ശരിയാണ് എന്ന് യാതൊരുവിധ ചോദ്യവുമില്ലാതെ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു സൊസൈറ്റിയിൽ എപ്പോഴും എതിർവാദങ്ങൾ ഉണ്ടാകണം. ഈ എതിർവാദങ്ങൾ ഉണ്ടായിട്ട് അതിൽ നിന്നും ഒരു തിസിസ്, ആൻറ്റിതിസിസ് എന്നൊരു സിന്തസിസ് ഉണ്ടാകുമ്പോഴാണ് സൊസൈറ്റി മുന്നോട്ട് പോകുന്നത്. ഇവിടെ ആ ഒരു ആൻറ്റിതിസിസോ സിന്തസിസോ ഇല്ല. ഇടതുപക്ഷം കൊണ്ടുവരുന്ന ആഖ്യാനങ്ങൾ എല്ലാവരും, അതിവിടുത്തെ മീഡിയ ആയാലും ശരി, അവരെല്ലാവരും ഒന്നിച്ച് അത് ഏറ്റെടുത്തിട്ട് ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മളെ നാട്ടിൽ ഉള്ളത്. നമ്മുടെ നിയമസഭ പലപ്പോഴും പാസ്സാക്കുന്ന പ്രമേയങ്ങൾ നോക്കൂ, ഏകകണ്ഠമായിട്ടാണ്. എന്ത് സംശയം ഉണ്ടായാലും ഏകകണ്ഠമായിട്ടുള്ള പ്രമേയങ്ങളാണ് പല കാര്യത്തിലും വരുന്നത്. അപ്പോൾ സമൂഹത്തിലെ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണോ? അത് വഖഫ് ബില്ലായാലും ശരി, ഏതായാലും ശരി. അപ്പോൾ സമൂഹത്തിലുള്ള എല്ലാ അഭിപ്രായങ്ങൾക്കും രംഗമാകേണ്ട ഒരു നിയമസഭ എതിരഭിപ്രായങ്ങളൊന്നും ഇല്ലാതെ വരുന്നത് എന്തുകൊണ്ടാണ്? അത് ആരോഗ്യകരമായിട്ടുള്ള ഒരവസ്ഥയാണോ? പ്രത്യേകിച്ചും ഇന്ന് നമ്മുടെ ദേശീയ തലത്തിൽ ഉള്ള രാഷ്ട്രീയത്തെ പറ്റി പ്രകടിപ്പിക്കപ്പെടുന്ന ആശങ്ക, ഈ സെക്ഷൻ ഓഫ് ആൾക്കാരിൽ നിന്നും, അല്ലെങ്കിൽ പുരോഗമന പക്ഷക്കാരെന്ന് പറയുന്നവർ, ഒരു എതിർവാദങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് രാഷ്ട്രം പോകുമോ എന്ന് ഞങ്ങൾ ആശങ്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇതേ അവസ്ഥ കേരളത്തിന് ബാധകമല്ലേ? തങ്ങളുടെ ആശയങ്ങൾ വരുമ്പോൾ അത് വളരെ ഐഡിയലാണ് എന്നും, മറ്റ് ആശയങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഒരു ചർച്ചയോ അല്ലെങ്കിൽ ആ ഒരു തിസിസ്, ആൻറ്റിതിസിസ്, സിന്തസിസിലേക്കുള്ള ആ ഒരു പ്രോസസ്സ് അതെങ്കിലും നടക്കണം എന്ന് ഇവിടെ എന്തുകൊണ്ട് നമ്മൾ എൻഷുർ ചെയ്യുന്നില്ല? അപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ കോൺഗ്രസ്സിൽ നമുക്കൊരു സ്റ്റാൻഡും നാഷണൽ കോൺഗ്രസ്സിൽ നമുക്ക് മറ്റൊരു സ്റ്റാൻഡും വരുന്നത് എന്നുള്ളത് ഇവിടെ പ്രസക്തമാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന കാര്യം, നമ്മുടെ പൊതുബോധം നിർണ്ണയിക്കുന്നത് ഈ ഇടത് പാർട്ടികൾ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നതെന്ന് അവകാശപ്പെടുന്ന പാർട്ടികൾ നടത്തുന്ന അല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന പൊതുബോധത്തിൽ നിന്നാണ്. അവർ ഒരു വശത്ത് ആശയപരമായി അങ്ങേയറ്റം ഉദാത്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും, അതേസമയം പ്രായോഗിക തലത്തിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ഏറ്റവും ഒരു സാധാരണ സമൂഹത്തിൽ പോലും, ഇത്തരം അവകാശവാദങ്ങളൊന്നും ഇല്ലാത്ത സമൂഹത്തിൽ പോലും നടക്കാത്ത രീതിയിൽ അളിഞ്ഞ കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത്. ഇത് എങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളായാലും ശരി, നിയമസഭയായാലും ശരി, മീഡിയ ആയാലും ശരി, സാമൂഹ്യ സാംസ്കാരിക ലോകമായാലും ശരി, അതിനെയെല്ലാം ഇത് ഗ്രസിച്ചിരിക്കും എന്നുള്ളതാണ്. ഈ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന നെറേറ്റീവ്സ് ഇതിനെല്ലാം ഗ്രസിക്കുകയും ഇതിൻ്റെ ഒരു മറുവാദങ്ങൾ ഒരു സ്ഥലത്തും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഒന്ന്, സംസ്ഥാനം അല്ലെങ്കിൽ രാഷ്ട്രം എന്നുള്ളതിനേക്കാൾ വലുത് പാർട്ടിയാണ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് പൊതുവെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നയിക്കുന്നത്. പാർട്ടി ഈസ് സുപ്രീം, നാഷൻ ഈസ് നോട്ട് സുപ്രീം.
അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന എല്ലാ സ്ഥലത്തും ഉള്ള ഒരു പ്രോസസ്സും അവരുടെ താത്വിക വിചാരത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് അവർക്ക് അതിൽ അപ്പോളജറ്റിക് ആവേണ്ട കാര്യമില്ല. പാർട്ടി എന്നുള്ളതിന് ഫസ്റ്റ് സ്റ്റാൻഡ് വരുമ്പോൾ ഈ സമൂഹത്തിനെ മുഴുവൻ നമ്മുടെ ആധിപത്യത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നു. ഇതിന് വേണ്ടിയിട്ട് അവർക്ക് പ്രഖ്യാപിതമായിട്ടുള്ള പാർട്ടി ഫ്രാക്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഏതൊരു രംഗം എടുത്തു കഴിഞ്ഞാലും അവരുടെ ഒരു പാർട്ടി ഫ്രാക്ഷൻ എന്നുള്ളത് അവർ കേരളത്തിൽ അരനൂറ്റാണ്ടായിട്ട് നടപ്പാക്കിയിരിക്കുക. മീഡിയ ആണെങ്കിൽ അതിനൊരു ഫ്രാക്ഷൻ ഉണ്ടാവും. വിദ്യാഭ്യാസ രംഗത്ത് അവരുടേതായിട്ടുള്ള ഫ്രാക്ഷൻസ് ഉണ്ട്. പോലീസിനാണെങ്കിൽ ആ പോലീസിൽ പോലും ഫ്രാക്ഷൻസ് അവർ കൊണ്ടുവരുന്നുണ്ട്. അത് ചിലപ്പം കവേർട്ട് ഓർ ഒവേർട്ട് ആയിരിക്കാം. അത് തുറന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് തുറന്ന രീതിയിൽ ചെയ്യുന്നു, അല്ലാത്ത സ്ഥലത്ത് അത് അല്പം ഗോപ്യമായിട്ട് ചെയ്യുന്നു എന്നുള്ള വ്യത്യാസമുള്ളൂ. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ ഏത് മേഖലകൾ എടുത്താലും അവിടെയെല്ലാം ഈ പാർട്ടി ഫ്രാക്ഷനിലൂടെ തങ്ങളുടെ ഈ ഒരു അജണ്ട അടിച്ചേൽപ്പിക്കാൻ ഉള്ള ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നടക്കുമ്പോൾ എന്താണ്, ഈ നമ്മൾ പുറമേ പറയുന്ന ഈ ജനാധിപത്യവും ലിബറലിസവും ഒക്കെ അവിടെ കാഷ്വാലിറ്റീസാണ്. അത് നമ്മുടെ ഏത് രംഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരു ഫ്രീ ആയിട്ടുള്ള തിങ്കിങ് അല്ലെങ്കിൽ ചർച്ച, എതിരഭിപ്രായങ്ങൾ കൂടെ അംഗീകരിക്കാനുള്ള സന്നദ്ധത, അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സിന്തസിസ്, അത് നടക്കാതെ ഈ വ്യാജ പൊതുബോധത്തിന് സമൂഹം മുഴുവൻ അടിമകളാകുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നത് ഇതിലൂടെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവരുടെ ഫ്ലോഡ് ആയിട്ടുള്ള തത്വശാസ്ത്രം സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുകയും അത് മാത്രമാണ് ശരിയെന്ന് ഒരു നിർബന്ധം കൊണ്ടുവരികയും അതിനെതിരെ പ്രവർത്തിക്കുന്നവരോ പറയുന്നവരോ ഒക്കെ തന്നെ പ്രതിലോമകാരികളാണ് എന്നുള്ളൊരു മുൻവിധി ഉണ്ടാക്കുകയും ചെയ്തതോടുകൂടി ലോജിക്കലായിട്ടുള്ള തിങ്കിങ് അതിന് സമൂഹത്തിൽ പ്രസക്തി നഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അടുത്ത കാലത്ത് ഇവർ തെറ്റിദ്ധരുത്തലെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് നടപ്പാക്കുന്ന പല കാര്യങ്ങൾ, ഇപ്പം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയാലും ശരി, അതല്ലെങ്കിൽ സ്വാശ്രയ കോളേജ് ആയാലും ശരി, കോളേജുകളിലെ ഫീസ് റാഷണലൈസേഷൻ ആയാലും ശരി, മെഡിക്കൽ രംഗത്തൊക്കെ ഉപഭോക്താക്കൾ എടുത്തുന്നു അതിനുള്ള ചെറിയ ചാർജ് വാങ്ങുക എന്നുള്ള കാര്യമായാലും, ഇതൊക്കെ തന്നെ 10-30 കൊല്ലം മുമ്പ് ഇവിടെ ലെവൽ ഹെഡഡ് ആയിട്ടുള്ള ആൾക്കാർ അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് വിദ്യാഭ്യാസ രംഗത്തെപ്പറ്റി പ്രൊഫസർ ഹൃദയകുമാരിയെ പോലെയുള്ള വിദ്യാഭ്യാസ വിചക്ഷണർ ഒരു 30 കൊല്ലം മുമ്പ് സജസ്റ്റ് ചെയ്തിരുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും അതിന് ചെവി കൊടുക്കുകയും അത് നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ രംഗം എത്തി നിൽക്കുന്ന പ്രതിസന്ധി, ആർക്കും തന്നെ ഇവിടെയുള്ള ഒരു കോഴ്സും വേണ്ട, യുവതലമുറ മുഴുവൻ പുറത്തേക്ക് പോകുന്നു, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് തടയാൻ പറ്റിയായിരുന്നു. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് കഴിവുള്ള ആൾക്കാരിൽ നിന്നും അതിന് വേണ്ട റിസോഴ്സസ് സ്വീകരിക്കുക, എന്നിട്ട് ഫെസിലിറ്റീസ് കൂട്ടുക, അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ അതിപ്രസരം കുറയ്ക്കുക, അവിടെ അക്കാദമിക് അന്തരീക്ഷത്തിനും അക്കാദമിക് താല്പര്യങ്ങൾക്കും ഉള്ള ആധിപത്യം കൊടുക്കുക, അത് നമ്മുടെ പാർട്ടി ലെവൽ പൊളിറ്റിക്സിനുള്ള പരിധി വിട്ട ഒരു മേഖലയാക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ ഏറ്റവും നല്ല അധ്യാപകരും ഏറ്റവും ബുദ്ധിശാലികളായിട്ടുള്ള വിദ്യാർത്ഥികളും ഉള്ള നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം ഇത്ര അധപ്പതിച്ചു പോവുകയില്ലായിരുന്നു. ഇത് മാത്രമല്ല, ജോലിക്ക് വേണ്ടി വിദേശത്ത് പോവുകയാണെങ്കിലും പഠിക്കാൻ വേണ്ടി പോകേണ്ട ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ പണ്ട് നളന്ദയും തക്ഷശിലയും ഒക്കെ ലോകത്തു നിന്ന് എല്ലാവരും വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ കേരളത്തിലെ നമ്പർ 1 സ്റ്റേറ്റ് എന്ന് പറയുന്ന കേരളത്തിന് അങ്ങനെ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ പറ്റുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നും ആകർഷിക്കാൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസ വ്യവസ്ഥയായിരുന്നു നമ്മൾ നമ്പർ 1 ആയിട്ട് ഉണ്ടാക്കുന്നത്. മറിച്ച് നേരെ വിപരീതമായിട്ട് ഇവിടെ ഉള്ളവർ പോലും ഇവിടെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഓടിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ആലോചിക്കേണ്ടതാണ്. മാത്രമല്ല ഇവിടെയൊക്കെ തന്നെ ഇതൊക്കെ കാലാകാലങ്ങളിൽ ഇതിനെപ്പറ്റി അറിയുന്ന ആ ഒരു അവബോധമുള്ള ആൾക്കാർ പറഞ്ഞപ്പോൾ അവരെയൊക്കെ അടിച്ചിരുത്തുകയും എന്നിട്ട് ഈ അജണ്ടകൾ ഈ പാർട്ടി ഫ്രാക്ഷനിലൂടെയും മാധ്യമങ്ങളിലും സാംസ്കാരിക രംഗത്തുമൊക്കെയുള്ള അനുകൂലിക്കുന്ന ആൾക്കാരിലൂടെയും എടുത്തപ്പോൾ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ സമൂഹത്തെ മൊത്തം ഈ ഒരു ചിന്താഗതി ഗ്രസിച്ചു എന്നുള്ളതാണ്. ഇതിനെയാണ് കെ വേണുവിനെ പോലെയുള്ള മാർക്സിയൻ ചിന്തകർ തന്നെ സോഷ്യൽ ഫാസിസം എന്നുള്ള വാക്കുകൊണ്ട് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു സോഷ്യൽ ഫാസിസം എല്ലാ രംഗത്തും കേരളത്തിൽ നടപ്പാക്കിയതിൻ്റെ ഫലമായിട്ട് കൂടിയാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന പ്രതിസന്ധി. അത് സാമ്പത്തിക രംഗത്തായാലും ശരി, വിദ്യാഭ്യാസ രംഗത്തായാലും ശരി, സാംസ്കാരിക രംഗത്തായാലും ശരി, എല്ലാ രംഗത്തും കാണുന്ന ഈ ഒരു പ്രതിസന്ധി. ഇപ്പോൾ ഭൂതത്തെ തുറന്നു വിട്ട ആൾക്കാർക്ക് അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നറിയാത്ത ഒരു നിസ്സഹായാവസ്ഥയിലേക്ക് അവർ തന്നെ എത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ ഒരു രാഷ്ട്രീയ അജണ്ടകളുടെ ആധിപത്യം സമൂഹത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചതിൻ്റെയും
വിശാലമായ സംസ്ഥാന താല്പര്യത്തിന് മേലെ പാർട്ടി താല്പര്യങ്ങളെ നേടിയെടുക്കാൻ ശ്രമിച്ചതിൻ്റെയും ഫലമായിട്ടാണ്. പലരും വിശ്വസിക്കുന്നുണ്ട് കേരളത്തിലെ ഇന്നത്തെ അവസ്ഥയിൽ നിന്നും ഇന്ന് ഭരണത്തിലുള്ളവരെ പുറത്താക്കി കഴിഞ്ഞാൽ കേരളത്തിന് രക്ഷപ്പെടാൻ പറ്റും എന്നൊരു അഭിപ്രായമുണ്ട്. എനിക്ക് ഈ അഭിപ്രായത്തിനോട് ഒരു യോജിപ്പുമില്ല. സത്യം പറഞ്ഞാൽ ഭരണത്തിൽ നിന്ന് പോകുന്നതോടുകൂടി ഇവർ കൂടുതൽ അപകടകാരികളാവുകയാണ് ചെയ്യുക. പ്രതിപക്ഷത്തിരിക്കുന്ന ഇടതുപക്ഷമാണ് ഇവിടെ നാരേറ്റീവ്സ് ശരിക്കും സൃഷ്ടിക്കുന്നത്. അവർക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന പൊതുബോധത്തിൽ വ്യത്യാസം വരികയും അതിനെ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ചോദ്യം ചെയ്യുകയും വ്യത്യസ്തമായിട്ടുള്ള നെറേറ്റീവ്സ് സമൂഹത്തിൽ സൃഷ്ടിച്ച് യാഥാർത്ഥ്യത്തിലേക്ക് സമൂഹത്തെ നയിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ കേരളത്തിലെ ഭരണമാറ്റം യാതൊരുവിധ ഗുണപരമായിട്ടുള്ള വ്യത്യാസവും ഉണ്ടാക്കുകയില്ല എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇതിന് ഉള്ള മറ്റൊരു കാരണം കൂടി നമുക്കിവിടെ പറയാൻ പറ്റും. ഈ എവല്യൂഷൻ ഓഫ് CPM, ഈ എവല്യൂഷൻ കഴിഞ്ഞ ഒരു 50-60 കൊല്ലം കൊണ്ട് പാർട്ടിക്കൊരു എവല്യൂഷൻ നടക്കുന്നുണ്ട്. ഈ എവല്യൂഷനെ നമുക്ക് വേണമെങ്കിൽ പ്രീ-90s ആൻഡ് പോസ്റ്റ്-90s എന്ന് പറയാൻ പറ്റും. എന്താണ് ഈ വിഭജനത്തിനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് 90s തുടക്കത്തിലാണ് സോവിയറ്റ് യൂണിയൻ തകർന്നത്. രണ്ടാമത്തത് 90s തന്നെയാണ് ചൈന വ്യത്യസ്തമായിട്ടുള്ള ഒരു പാത തിരഞ്ഞെടുത്തതും അതിനോട് അനുകൂലിച്ച് നിൽക്കണോ വിട്ടു നിൽക്കണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം CPM ഉണ്ടാവുകയും ചെയ്തു. ചൈന ശരിക്കും അതിന് ഒരു 10 വർഷം മുമ്പ് തന്നെ അതിലേക്ക് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 80കളുടെ തുടക്കത്തിൽ ഡെങ് സിയാപിങ് വന്ന മുതൽക്ക് തന്നെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ 91-ലാണ് ഇന്ത്യയിൽ ആ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി അതുവരെ തുടർന്നു വന്ന നയങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടാവുകയും ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നുള്ള ഒരു മാറിയ മാർഗത്തിലേക്ക് മൻമോഹൻ സിംഗ് വരികയും ചെയ്യുന്നുണ്ട്. ഇതിനോടെല്ലാം ഇതായിട്ട് മറ്റൊരു കാര്യം കൂടി, ഈ 90s മധ്യത്തോടു കൂടിയാണ് അതുവരെ കേരളത്തിലെ താത്വികമായിട്ടുള്ള ആചാര്യനായിരുന്ന EMS രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുകയും പിണറായിയുടെ യുഗം തുടങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ 90s എന്നുള്ളത് മൈൽ സ്റ്റോണാണ്. അതിന് മുമ്പും പിമ്പും എന്നുള്ള രീതിയിൽ നമ്മുടെ ഈ പാർട്ടിയുടെ നയപരിപാടികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 90s വരെ പകുതി ആദർശവാദവും പകുതി ഡോഗ്മാസും ആയിരുന്നു ഇവരെ നയിച്ചിരുന്നത്. അത് ശരിയോ തെറ്റോ പ്രായോഗികമാകട്ടെ, ആദർശത്തിന് അതിലൊരു പ്രസക്തി ഉണ്ടായിരുന്നു. പകുതി ഡോഗ്മാസ് ആയിരുന്നു, അത് ഉട്ടോപ്യൻ ആശയങ്ങളായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ഈ 90s ശേഷം ഈ പിണറായിയുടെ ആധിപത്യം സെക്രട്ടറി ആയതിനു ശേഷമുള്ള കഴിഞ്ഞ ഒരു 25-30 കൊല്ലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദർശത്തിൻ്റെ സ്ഥാനത്തേക്ക് അടവ് നയം വന്നു. അപ്പോൾ നേരത്തെ ആദർശവും ഡോഗ്മയായിരുന്നത് ഇപ്പോൾ ഡോഗ്മയും അടവ് നയവുമാണ് ഉള്ളത്. ഇതാണ് പിണറായിസത്തിൻ്റെ പ്രത്യേകത. ഇത് വന്നതോടുകൂടി സമാന്തരമായിട്ട് മറ്റു കാര്യങ്ങൾ കൂടിയുണ്ട്. ഉദാരവൽക്കരണം, ഈ ഗൾഫിൽ നിന്നുള്ള പണത്തിൻ്റെ ഒഴുക്ക്, പുതിയ സാമ്പത്തിക സാഹചര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഇതിന് പാരലായിട്ടുണ്ട്. മാത്രമല്ല ഇത് പെട്ടെന്നൊരു ദിവസം വന്നു എന്ന് പറയാൻ പറ്റില്ല. പിണറായി പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്നിട്ടും ഏകദേശം 1-1.5 പതിറ്റാണ്ടോളം ഈ പിണറായി ഫ്രാക്ഷനും അച്യുതാനന്ദൻ ഫ്രാക്ഷനും തമ്മിലുള്ള ആ ഒരു ഏറ്റുമുട്ടലുകൾ തുടങ്ങിയിരുന്നു. അതായത് നേരത്തെയുള്ള ആ ആദർശവാദത്തിന് നിന്നും പാർട്ടി ഗ്രാജുവലായിട്ട് പുറത്ത് വരുന്നത് ഇതിൻ്റെ കൂടി ഒരു പരാജയമാണ്. അച്യുതാനന്ദന് ഒരുപാട് ഡോഗ്മാസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. അദ്ദേഹം നേരത്തെയുള്ള സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. അദ്ദേഹമാണ് നമ്മളെ നാഷണൽ ഹൈവേ വന്ന സമയത്ത് അതിൻ്റെ വീതിയെപ്പറ്റി വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് റോഡിൻ്റെ നടുവിൽ പൂന്തോട്ടം വെക്കാനൊന്നും ഞങ്ങൾക്ക് അക്വയർ ചെയ്യാൻ സമ്മതിക്കാൻ പറ്റില്ല എന്നുള്ള വാദമൊക്കെ ഉയർത്തി 30 മീറ്ററിൽ ഒതുക്കി നിർത്തണം ഹൈവേ എന്നൊക്കെയുള്ള ആശയങ്ങൾ കൊണ്ടുവരികയും മൻമോഹൻ സിംഗ് വരെ ചിരിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ റോഡിൻ്റെ മീഡിയനിൽ ചെടികൾ വെക്കുന്നത് അപ്പുറത്തുനിന്ന് വരുന്ന ഹെഡ്ലൈറ്റ് ഇപ്പുറത്തുനിന്ന് പോകുന്ന വാഹനങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെന്ന് അദ്ദേഹത്തിന് ചിലപ്പോൾ ആരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. അദ്ദേഹം ഇതെന്തോ ഒരു ആഡംബരമാണ്, ഇതിനെല്ലാം ജനങ്ങളുടെ സ്ഥലം അക്വയർ ചെയ്ത് അവരെ കഷ്ടപ്പെടുത്തണം എന്നുള്ളത്. ഇന്നുള്ള അവസ്ഥ ഈ 45 മീറ്ററിൽ കേന്ദ്രം ഇൻസിസ്റ്റ് ചെയ്തിട്ട് 45 മീറ്ററെങ്കിലും കിട്ടി അതിൽ റോഡ് ഉണ്ടാക്കിയിട്ട് പോലും നമ്മളെ സർവീസ് റോഡ് ഒരു 2 വാഹനങ്ങൾക്ക് പോകാനുള്ള വീതി ഇല്ല എന്നുള്ളതാണ്. അത് ഇവിടെ ഓപ്പറേഷണലൈസ് ചെയ്യുമ്പോൾ കാണാം, ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു ബസ് നിർത്തി കഴിഞ്ഞാൽ പുറകിലുള്ള എല്ലാ വാഹനവും അതിന് പുറകെ നിർത്തേണ്ടി വരും. ഒരു ബസ് ബേക്ക് സ്ഥലമില്ല, ബസ് സ്റ്റോപ്പിന് സ്ഥലമില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന കൺസ്ട്രക്ഷൻ. ഇതൊന്നും തന്നെ നമ്മുടെ സമൂഹത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിന് പോലും അത് കാണാനുള്ള വിഷനോ അതിലൊരു എതിരഭിപ്രായമോ വന്നില്ല. അവിടെയൊക്കെ ഇവർ യുനാനിമസ് ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റ്. അല്ല, അങ്ങനെ അല്ലെന്ന് പറയാൻ ഒരാൾ പോലും ഉണ്ടായില്ല. എല്ലാവരും തന്നെ ഈ ഒരു ഞങ്ങളെന്തോ ഒരു വലിയ സേവനമാണ് ഇത്തരം ഒരു സ്റ്റാൻഡ് എടുക്കുന്നതിലൂടെ ചെയ്യുന്നത് എന്ന് നമ്മൾ മൊത്തം വിശ്വസിക്കുന്നു.
അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ നിന്നിട്ടില്ലെങ്കിൽ ഞാനൊരു പിന്തിരിപ്പനായി പോകും എന്നുള്ള ഭയം ആരുടെയെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ അവന് പോലും അത് പറയാൻ ഒരു ജനാധിപത്യ സമൂഹം എല്ലാവർക്കും നൽകുന്ന ആ ആശയ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് വ്യത്യസ്തമായൊരു അഭിപ്രായം പറയാൻ ആർക്കും ഒരു ധൈര്യം കിട്ടാത്തൊരവസ്ഥയിലേക്ക് സമൂഹം പോയതിൻ്റെ കൂടി ഒരു ലക്ഷണം, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ആ ഒരു കഴിഞ്ഞ അരനൂറ്റാണ്ടായിട്ട് നമ്മൾ കാണുന്നത് എന്നും അതിൻ്റെ കൂടി ഫലമാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് എന്നുള്ളത് ഇവിടെ പ്രസക്തമാണ്. ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യം, ഈ അടവ് നയം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി അതുവരെയുള്ള ആദർശങ്ങളിൽ നിന്നും എല്ലാം വ്യത്യസ്തിച്ച് രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്ന കാര്യമായാലും ശരി, പാർട്ടിക്ക് വേണ്ട റിസോഴ്സസ് സമ്പാദിക്കുന്ന കാര്യമായാലും ശരി, അതിലൊക്കെ തന്നെ ഈ ഒരു അടവ് നയത്തിലേക്കുള്ള മാറ്റം നമുക്ക് കാണാൻ പറ്റും. നമുക്കറിയാം നേരത്തെ പാർട്ടി ബക്കറ്റ് പിരിവ് എന്നുള്ളതൊക്കെയായിരുന്നു വളരെ ഇതായിട്ട് തങ്ങൾ ഉദ്ദേശിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസി ആരാണോ അവരിൽ നിന്ന് റിസോഴ്സസ് എടുത്തിട്ട് രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ പിണറായിസം വന്നതോടുകൂടി അതിലൊക്കെ വലിയ മാറ്റങ്ങളുണ്ടായി. മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് വിരോധം ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നു. ഈ കോർപ്പറേറ്റ് വിരോധം പറയുമ്പോൾ തന്നെ കോർപ്പറേറ്റുകളെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സിസ്റ്റത്തിന് ഉപയോഗിക്കാനുള്ള ശ്രമം ഇവിടെ നടന്നത് നമ്മൾ കാണാതിരിക്കരുത്. ഇഷ്ടംപോലെ കണ്ടു. പാർട്ടി സമ്മേളനങ്ങൾ വരെ സ്പോൺസർഷിപ്പായ അത് സംഭാവനയുടെ ഇതിൻ്റെയൊക്കെ ഭാഗം. മറ്റൊരു കാര്യം നോക്കാം, നമ്മൾ ഏകദേശം 2001 കൈരളി ചാനൽ എന്നുള്ള ഒരു കോർപ്പറേറ്റ് കമ്പനി ഇവിടെ സ്ഥാപനമാകുന്നത്. ഏകദേശം 25 കൊല്ലമായി അത് സ്ഥാപിക്കപ്പെട്ടിട്ട്. ഏകദേശം ഒരു 2,65,000 ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് ഏകദേശം 65-70 കോടിയോളം രൂപ സമാഹരിച്ചിട്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അതിനവർ ഉപയോഗിച്ചിട്ടുള്ള രീതി ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചറാണ്. എന്താണ് കോർപ്പറേറ്റ് സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ, ഈ പണം സ്വീകരിച്ചതിൽ 100 രൂപയും 200 രൂപയുടെയും ഷെയർ ഒരുപാട് പാർട്ടി മെമ്പേഴ്സിനെ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് നെയിം സേക്കാണ്. ഏകദേശം ഒരു 2,50,000 ആൾക്കാർ കൂടി കൊടുത്ത പണം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 കോടിയോ 8 കോടിയോ ഉണ്ടാവുള്ളൂ. ബാക്കി 65-70 കോടിയിൽ ബാക്കിയുള്ള മേജർ ഷെയർ മുഴുവൻ വന്നിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന 15,000 ആൾക്കാരിൽ നിന്ന് മാത്രമാണ്. ആ 15,000 തന്നെ 10 ലക്ഷം 50 ലക്ഷം കൊടുത്ത ആൾക്കാരാണ് ഇതിൻ്റെ 50%-ലധികം അല്ലെങ്കിൽ 60%-ഓളം തുക വന്നിരിക്കുന്നത്. അതേസമയം ഇതൊരു സംഭാവനയായിട്ടാണ് സ്വീകരിച്ചിരുന്നെങ്കിൽ ഇതിന് ഒരുപാട് മറുപടികൾ പറയേണ്ടിയിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന സംഭാവന, അതിൻ്റെ കണക്കുകൾ, ആരിൽ നിന്ന് സ്വീകരിച്ചു. അന്ന് ഇപ്പോൾ ഒരു ഭാഗത്ത് നമ്മൾ ഇലക്ട്രൽ ബോണ്ടിനെ പറ്റി ഇത്രയധികം ഒച്ചയും ബഹളവും ഉണ്ടാക്കുമ്പോഴാണ് ഈ കോർപ്പറേറ്റ് സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് ഇത്രയും പണം സമാഹരിച്ചത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ 25 വർഷമായിട്ടും ആർക്കെങ്കിലും ഒരു പൈസയെങ്കിലും ഡിവിഡൻഡ് കൊടുത്തോ? ഇല്ല, ഒരു പൈസ പോലും ആർക്കും ഡിവിഡൻഡ് കൊടുത്തിട്ടില്ല ഈ ഷെയറിൽ. അതായത് ഒരു സംഭാവന പിരിച്ച് ഒരു സംഗതി ചെയ്യേണ്ടതിന് പകരം കോർപ്പറേറ്റ് സ്ട്രക്ചറിനെ അതിന് ഉപയോഗിച്ചിട്ട് അതിൽ വരാവുന്ന ചോദ്യങ്ങൾ, നിയമപരമായിട്ടുള്ള ചോദ്യങ്ങളെയെല്ലാം പ്രീഎംപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഞാനിവിടെ പറയുന്നത് കോർപ്പറേറ്റ് സ്ട്രക്ചറിനെ നമ്മൾ ആശയപരമായും താത്വികമായിട്ടും ഒക്കെ എതിർക്കുമ്പോഴും തങ്ങളുടെ അജണ്ടകൾ നടപ്പാക്കാൻ അതിൻ്റെ ലൂപ്പ് ഹോൾസ് ഉപയോഗിക്കുന്നതിൽ എങ്ങനെ ഈ അടവ് നയത്തിൻ്റെ ഭാഗമായിട്ട് ഇവർ വിജയിച്ചു എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം എടുത്തു നോക്കൂ, റെപ്കോ എന്നുള്ളൊരു സംവിധാനം കൊണ്ടുവന്നു. അതും ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചറായിരുന്നു. കേന്ദ്രത്തിലെ വ്യവസായങ്ങൾക്ക് അവ പരാജയപ്പെടുമ്പോൾ എഴുതിത്തള്ളുന്ന വായ്പകളെ പറ്റി പോലും, അത് ബാങ്കിലെ ഫണ്ട് ഉപയോഗിച്ച് എഴുതിത്തള്ളുന്നതിനെ പോലും ഇത്രയധികം ഉണ്ടാക്കുന്ന പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ബജറ്റിൽ നിന്ന് നേരിട്ട് നികുതി പണം എടുത്തിട്ട് അതിൻ്റെ ലോൺ മുഴുവൻ എന്ത് ചെയ്തു? എഴുതിത്തള്ളിയെന്ന് മാത്രമല്ല, ആ എഴുതിത്തള്ളിയത് തിരിച്ചു പിടിക്കാൻ എന്തെങ്കിലും ഒരു നടപടി വേണമെന്നുള്ളൊരു സ്റ്റിപ്പുലേഷൻ പോലും അതിലുണ്ടായിരുന്നില്ല. പൊതുമേഖലാ ബാങ്കുകൾ ഏത് ലോൺ എഴുതിത്തള്ളുമ്പോഴും അതൊരു സാങ്കേതികമായിട്ട് മാത്രമാണ്. അതിനെ വീണ്ടും ആ നിയമ നടപടികൾ തുടരുകയും അതിനെ കഴിയുന്നത്ര തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ അതുപോലും ഉണ്ടായില്ല. അപ്പോൾ ആ റെപ്കോയുടെ എങ്ങനെ ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചർ പബ്ലിക് മണി നേരിട്ട് പാർട്ടി സംവിധാനത്തിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിച്ചു എന്നുള്ളത്. ഇനിയിപ്പോൾ ഏറ്റവും അവസാനം എക്സാലോജിക്കിൻ്റെ കാര്യം തന്നെ നോക്കുകയാണ്. ഇത്രയധികം കോർപ്പറേറ്റ് വിരോധം പറയുന്ന ആൾക്കാർ ഈ കോർപ്പറേറ്റ് കമ്പനികൾ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ ആരോപണത്തിന് ഇടയായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ സമൂഹത്തിനും രാഷ്ട്രത്തിനും പ്രയോജനപ്പെടുന്ന രീതിയിൽ കോർപ്പറേറ്റ് സംവിധാനത്തിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുകയും അതിനെതിരെ താത്വികമായിട്ടുള്ള പ്രതിരോധം ഉയർത്തുകയും ചെയ്യുകയും അതേ സമയത്ത് തങ്ങളുടെ പാർട്ടിയുടെ താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ വ്യക്തികളുടെ താല്പര്യങ്ങൾക്കോ ഇതിനെയെല്ലാം മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളതും ഇവിടെ ഈ അടവ് നയത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എവല്യൂഷൻ പാർട്ടിക്ക് കഴിഞ്ഞ 60 വർഷമായിട്ട് നടന്ന എവല്യൂഷൻ, ആദ്യം ആദർശം പ്ലസ് ഡോഗ്മാസ് എന്നുള്ളതിൽ നിന്നും ഡോഗ്മാസ് പ്ലസ് അടവ് നയം എന്നുള്ള ഒരു തീമിലേക്ക് പാർട്ടി മാറി എന്നുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന കേരളത്തിൻ്റെ ഈ താഴോട്ടുള്ള പതനം, ആ പതനത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ രാഷ്ട്രീയ സാമ്പത്തിക രംഗത്ത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ അടവ് നയം ഉണ്ടല്ലോ, അതെങ്ങനെയാണ് പ്രയോഗിക്കപ്പെടുന്നതെന്നൊന്ന് വിശദീകരിക്കാമോ, അതിൻ്റെ ഉള്ളുകള്ളികൾ? ഈ അടവ് നയം എന്നുള്ളത് ഈ രാഷ്ട്രീയ രംഗത്ത് അത് മുന്നണികൾ ഉണ്ടാക്കുന്ന കാര്യമായാലും ശരി, അതുവരെ അകറ്റി നിർത്തിയിരിക്കുന്ന അസ്പൃശ്യത കൽപ്പിച്ചിരുന്ന പാർട്ടികളെയെല്ലാം തങ്ങളുടെ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഭാഗമാക്കുന്നതായാലും ശരി. ഉദാഹരണത്തിന് ഒരു കാലത്ത് കായൽ രാജാക്കന്മാരെന്ന് പറഞ്ഞിരുന്ന കേരള കോൺഗ്രസ് ഇപ്പോഴെന്താകുന്നു, ഈ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നു. അതേപോലെ തന്നെ വർഗീയ പാർട്ടികളാണെന്ന് മുദ്ര കുത്തിയിരിക്കുന്ന പാർട്ടികളെ തങ്ങളുടെ ഭാഗമാക്കുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല. മാത്രമല്ല മറ്റ് കക്ഷികൾ സമൂഹത്തിൻ്റെ സമരസതയെ കണക്കാക്കിയിട്ട് സംയമനം പാലിക്കുമ്പോൾ കൂടുതൽ തീവ്രമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പിന്തുണ നേടാനുള്ള ശ്രമം അതും ഈ കാലത്ത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഉദാരവൽക്കരണം എന്നുള്ളത് ഒരു വിപത്താണെന്ന് തങ്ങളുടെ പാർട്ടി അണികളെയും അതേപോലെ തന്നെ പൊതുജനസമൂഹത്തെയും വിശ്വസിപ്പിക്കുകയും അതിലൂടെ വോട്ട് നേടുകയും ചെയ്യുമ്പോൾ തന്നെ അതിൽ വിശ്വസിക്കാതെ ഈ സാഹചര്യം നൽകുന്ന അവസരങ്ങളെ ഉപയോഗിച്ച് സാമ്പത്തികമായി ഉന്നമനം നേടിയിരിക്കുന്ന ആൾക്കാരിൽ നിന്നും നോട്ട് സ്വീകരിക്കുക, ഇതൊക്കെ മോശമാണെന്ന് പറഞ്ഞ് വോട്ട് സ്വീകരിക്കുക, അത് വിശ്വസിക്കാതെ അതിൽ നിന്നും ലിവറേജ് ചെയ്തിട്ടുള്ള ആൾക്കാരിൽ നിന്നും നോട്ട് സ്വീകരിക്കുക, ഇത് രണ്ടും ഒരേ സമയം ചെയ്യുന്ന ഒരു സത്യാനന്തരകാല വൈരുദ്ധ്യാത്മകതയാണ് സാമ്പത്തിക രംഗത്ത് ഇവരുടെ അടവ് നയം എന്ന് പറയുന്നത്. ഈ അടവ് നയത്തിൻ്റെ കാപട്യം അങ്ങനെയാണെങ്കിൽ സത്യസന്ധമായിട്ട് പറയണം, നിങ്ങളെല്ലാവരും ഇത് ചെയ്യൂ, ഇത് നമുക്ക് അവസരങ്ങൾ തരുന്നുണ്ട്, അപ്പോൾ നമ്മളെല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ അതിവിടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കും, അതിവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും, അത് നമുക്ക് സമൃദ്ധിയിലേക്ക് നയിക്കും. അങ്ങനെയല്ല പറയുന്നത്. വിശ്വസിപ്പിക്കാൻ പറ്റുന്നവരോടൊക്കെ ഇത് വളരെ മോശമാണ് എന്നും ഇത് ആപത്താണെന്നും ഇത് ചെറുത്തു തോൽപ്പിക്കേണ്ടതാണെന്നുമുള്ള ഒരു ആഖ്യാനം നൽകുകയും അതേസമയം തങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിലൊട്ടും വിശ്വസിക്കാത്ത ഒരു പുതിയ സംരംഭക വർഗം എന്നവരെ പറയാൻ പറ്റുമോ എന്നറിയില്ല പലപ്പോഴും. കാരണം അവരിൽ പലരും ഒരു വിശാല താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംരംഭകരായവർ അല്ല എന്നുള്ളതാണ്. അത് എന്താവുന്നു, അതുകൊണ്ടാണ് ഡ്യൂബിയസ് ആയിട്ട് നമുക്ക് തോന്നുന്ന ആൾക്കാരിലേക്ക് പോലും കണക്ഷൻസ് വരുന്നത് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സന്ദർശകൻ്റെ വീഡിയോ നമ്മളെല്ലാം കണ്ടു. ഒരു പ്രമുഖ സ്വർണ്ണ വ്യാപാരി അല്ലെങ്കിൽ അതിലും ഒരുപാട് ആക്ഷേപങ്ങൾക്ക് ഇരയായിട്ടുള്ളൊരു വ്യക്തി അറബികളൊക്കെ ഇടുന്ന ഒരു കുപ്പായമായിട്ട് ഇട്ടിട്ട് അദ്ദേഹത്തിനെ വിസിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഇത് കാണുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മൾ മറ്റ് കക്ഷികളിൽ ഇരുന്നിട്ട് ഈ സ്വർണ്ണക്കള്ളക്കടത്തൊക്കെ ആയിട്ട് വളരെയധികം ആക്ഷേപങ്ങൾക്ക് അർഹരായിട്ടുള്ള ആൾക്കാരെ തങ്ങളുടെ പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ അതിനോട് രാഷ്ട്രീയത്തിനോട് കൊണ്ടുവരികയും അവരെ സ്ഥാനാർത്ഥികളായിട്ട് നിർത്തുകയും അതിനെപ്പറ്റി പരാതി ഉണ്ടായപ്പോൾ താൽക്കാലികമായിട്ട് മാധ്യമങ്ങളിൽ നിന്നും ജനങ്ങളിൽ നിന്നും അതിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയും ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് അയാളെ സപ്പോർട്ട് ചെയ്ത ആളുടെ സെക്കൻഡറിയുടെ വോട്ട് പോലും ഇല്ലാതിരിക്കുകയും നേരത്തെ ആരെയാണോ നിർത്താൻ ഉദ്ദേശിച്ചിരുന്നത് അദ്ദേഹം ഇലക്ഷനിൽ ജയിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ പോലും നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന കാര്യം, അതായത് ഉദാരവൽക്കരണത്തെ എതിർത്തുകൊണ്ട് വോട്ടും
ഉദാരവൽക്കരണത്തിൽ ഉദ്ദേശിക്കുന്ന സമൂഹത്തിന് ആശാസ്യമായിട്ടുള്ളതിന് അപ്പുറത്തുള്ള അനാശാസ്യമായിട്ടുള്ള രംഗങ്ങളിൽ വ്യാപരിക്കുന്നവരിൽ നിന്ന് പോലും ആയിട്ടുള്ള സഖ്യത്തിലൂടെ സാമ്പത്തിക സ്രോതസ്സുകളും റിസോഴ്സസും ഉണ്ടാക്കാനുള്ള ശ്രമവും, ഇതാണ് ഈ അടവ് നയം. അതുകൊണ്ടാണ് ഞാനിതിനെ അവരുടെ തന്നെ ചില താത്വികാചാര്യന്മാർ ഉപയോഗിക്കുന്ന വാക്ക് ഉപയോഗിച്ചിട്ട് സത്യാനന്തരകാല വൈരുദ്ധ്യാത്മകത എന്ന് വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇവർ വ്യക്തിപരമായിട്ട് ഈ അടവ് നയം നോക്കിക്കഴിഞ്ഞാൽ ഈ പാവം ഇവിടെയുള്ള സാധാരണ ജനങ്ങളെ അടിയും വെടിയും എല്ലാം കൊള്ളാൻ വേണ്ടിയിട്ട് ഇറക്കി വിടുമ്പോൾ ഇവരുടെ മക്കൾ മുഴുവൻ ഈ പറഞ്ഞ ഇതിൻ്റെ പുറകെയാണ് പോയിരിക്കുന്നത്. അവർ അതുമായി ബന്ധപ്പെട്ടാണ് ജോലി ചെയ്യുന്നത്. അവർ ജീവിക്കുന്നത് മുഴുവൻ ആ ഒരു സംഗതിയിലുമാണ്. ഇതൊന്നും ഇവിടുത്തെ ആളുകൾ മനസ്സിലാക്കുന്നില്ല. അല്ല, ഇത് പണ്ടേ ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യമുണ്ട്. ഈ തൊഴിലാളി നേതാക്കന്മാരുടെ മക്കളൊക്കെ MBA-കാരായിരിക്കും. അവരൊക്കെ അടുത്ത ഇതിൽ ഏതെങ്കിലും MNC-യിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലോ അതിനെപ്പറ്റി അവർ അഭിമാനപൂർവ്വം പറയുകയും ചെയ്യും. എന്നിട്ട് ഞങ്ങൾ ഈ കുത്തകകൾക്കെതിരാണ്, MNCs-ന് എതിരാണ് എന്നുള്ള അത് പബ്ലിക്കിൻ്റെ കൺസെപ്ഷനുകളാണ്. മറ്റത് നമ്മുടെ പ്രൈവറ്റായിട്ടുള്ള ആവശ്യങ്ങൾക്കാണ്. ഈ ഒരു വൈരുദ്ധ്യാത്മകത, ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിലുള്ള രാഷ്ട്രീയത്തിൻ്റെ സാമ്പത്തിക രംഗത്തുള്ള അടവ് നയം എന്ന് പറയുന്നത്. ഇതിൽ അന്തർലീനമായിരിക്കുന്ന കാപട്യം നമ്മുടെ ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ശരിക്കും കേരളത്തിൽ കോർപ്പറേറ്റ് ആശയങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണുള്ളത്. ഇവിടെയുള്ള ആളുകളുടെ പൊതുബോധവും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ വ്യക്തികളും കുടുംബങ്ങളും ഒക്കെ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണല്ലോ കിട്ടുന്നത്. യഥാർത്ഥത്തിൽ ഈ വ്യക്തിൻ്റെയും കുടുംബത്തിൻ്റെയും സ്ഥാപനങ്ങൾക്കൊക്കെ പകരം കോർപ്പറേറ്റ് സ്ഥാപനങ്ങളല്ലേ കൂടുതൽ അഭികാമ്യം? ശരിക്കും അത് ഉപയോഗപ്പെടുത്തിക്കൂടെ? ഇത് വേറൊരു വൈരുദ്ധ്യാത്മകതയാണ്. നമ്മൾ ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ കോർപ്പറേറ്റ് സ്ട്രക്ചർ, ഈ നേരത്തെ നമ്മൾ പറയണ്ടായി, എങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണോ അതേപോലെ എക്കണോമിക്ക് കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറയേണ്ടായി. കാരണം ഈ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ഇന്ന് ആവശ്യമുള്ള വലിയ പദ്ധതികൾക്ക് വേണ്ട പണം പലരിൽ നിന്ന് സമാഹരിക്കാനും അതുകൊണ്ട് വരുന്ന റിസ്ക് പലരിലേക്ക് ഷെയർ ചെയ്യാനും അതിന് വേണ്ട കോമ്പിറ്റൻസീസ് ഡെവലപ്പ് ചെയ്യാനും അതിൻ്റെ ഫോർവേഡ് ബാക്ക്വേഡ് ഇൻ്റഗ്രേഷൻസ് ലോജിസ്റ്റിക്സ് ആയാലും മാർക്കറ്റിംഗ് ആയാലും അതെല്ലാം തന്നെ വിവിധ കോംപ്ലിമെൻ്ററി സ്കില്ലുള്ള വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ ടീമുകളിൽ നിന്നോ സമാഹരിക്കാനും ഒക്കെയുള്ള ഒരു അവസരം നൽകുന്നുണ്ട്. അവർ അക്കൗണ്ടബിൾ ആവുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വെസ്റ്റേൺ കോർപ്പറേറ്റ് സ്ട്രക്ചറിൽ അതിലെ എംപ്ലോയീസ് നല്ലൊരു പങ്ക് ഷെയർ ഹോൾഡേഴ്സാണ്. അവർ നല്ല രീതിയിൽ സ്ഥാപനത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഷെയർ അവരിലേക്ക് കൂടി വരുന്നു. പിന്നെ സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഗ്രാജുവലായിട്ടുള്ള ഒരു പ്രോസസ്സിൽ തൊഴിലാളികൾക്ക് ഈ ഉൽപ്പാദിക്കപ്പെടുന്ന സമ്പത്തിൻ്റെ ഉടമസ്ഥാവകാശവും കൂടി നേടാനുള്ള ഒരു അവസരം ഈ കോർപ്പറേറ്റ് സ്ട്രക്ചർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്ന കോർപ്പറേറ്റ് സ്ട്രക്ചറിനോട് വളരെയധികം ശത്രുത കാണിക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി നോക്കൂ. ഇപ്പോൾ സുന്ദർ പിച്ചെ ഇന്ത്യയിൽ നിന്ന് പോയ ഒരു ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അമേരിക്കയിൽ പോയിട്ട് അവിടുത്തെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഗൂഗിളിൻ്റെ CEO ആവാൻ പറ്റി. അതുപോലെ മറ്റൊരു ഇന്ത്യക്കാരൻ സത്യ നദല്ല ഇവിടെ നിന്ന് പോയി ഒരു സാധാരണ ജോലിക്കാരനായിട്ട് അവിടെ ചേർന്നിട്ട് അദ്ദേഹത്തിന് മൈക്രോസോഫ്റ്റിൻ്റെ CEO ആവാൻ പറ്റി. അപ്പോൾ ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചർ ഏതൊരു സാധാരണക്കാരനും തൻ്റെ കഴിവുകളും മറ്റും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ഈ സ്ഥാപനങ്ങളുടെ ഏറ്റവും ഉയരത്തിലെത്താനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. അതായത് ഈ കോർപ്പറേറ്റ് സ്ട്രക്ചറിനെ ഇത്രയധികം അന്ധമായിട്ട് എതിർക്കുമ്പോൾ നമുക്ക് ഈ അടിസ്ഥാന വർഗത്തിന് അവരുടെ വിമോചനത്തിനുള്ള അപ്വേർഡ് മൊബിലിറ്റി, ഈ അപ്വേർഡ് മൊബിലിറ്റിക്ക് ഏറ്റവും നല്ല അവസരം നൽകുന്നത് ഈ കോർപ്പറേറ്റ് സ്ട്രക്ചറാണ് എന്നുള്ള വസ്തുത നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അതേസമയം കേരളത്തിലെ ഏറ്റവും കൂടുതൽ പരിരക്ഷ കിട്ടുന്നത് ആർക്കാണ്? ഫാമിലി ഓൺഡായിട്ടോ ഇൻഡിവിജ്വൽ ഓൺഡായിട്ടോ ഉള്ള സംരംഭങ്ങൾക്ക് മാത്രമാണ്. ഈ ഫാമിലി ഓൺഡ് ഇൻഡിവിജ്വൽ ഓൺഡ് സംരംഭങ്ങളിൽ എവിടെയെങ്കിലും
അതിലെ ഒരു സാധാരണ തൊഴിലാളിക്ക് അയാൾ എത്ര തന്നെ കഴിവുള്ളവനായാലും നാളെ അതിൻ്റെ CEO ആവാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ നോക്കൂ, പ്രോഗ്രസീവായിട്ടുള്ളൊരു സമൂഹമാണെന്ന് പറയുന്ന ആൾക്കാർ അത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏറ്റവും താഴേക്കിടയിലുള്ളവന് ഏറ്റവും ടോപ്പിലെത്താനുള്ള അപ്വേർഡ് മൊബിലിറ്റി ഉള്ള കോർപ്പറേറ്റ് സ്ട്രക്ചറിനെ എതിർക്കുകയും അതേസമയം അതിനൊരു സാധ്യതയില്ലാത്ത ഈ ഫാമിലി ഓൺഡ് ഇൻഡിവിജ്വൽ ഓൺഡ് സംരംഭങ്ങൾക്ക് അവരുടെ അത്തരം എൻറ്റിറ്റീസ് ഇവരുടെ ഒക്കച്ചങ്ങാതികളാവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലെ രാഷ്ട്രീയ കാപട്യം ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ചർച്ച ചെയ്യുന്നില്ല. മാധ്യമങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല, അവർക്കും ഈ പറയുന്ന വ്യക്തികളും സ്ഥാപനങ്ങളുടെ കയ്യിലാണ്. അതായത് ഇന്ന് രാഷ്ട്രീയ പാർട്ടികളായാലും മാധ്യമങ്ങളായാലും അവർക്ക് എവിടെ നിന്നാണോ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നത് അതിനെ ചേർത്ത് പിടിക്കുക എന്നുള്ളതും ബാക്കിയുള്ളതെല്ലാം ഒരു ഐഡിയോളജിക്കൽ ലെവലിലുള്ള കൺസംഷനുള്ള സപ്ലൈ മാത്രമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇത് ജനസമൂഹം തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഈ ദുരവസ്ഥയിൽ നിന്ന് നമുക്കൊരു മോചനമുള്ളൂ. അല്ലാത്ത കാലത്തോളം ഇതൊക്കെ ഇങ്ങനെ തന്നെ തുടരും എന്നുള്ളതാണ് വസ്തുത. ഇത് ജനസമൂഹം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പോലും ഈ നാട്ടിലെ വിദ്യാർത്ഥികളും അതുപോലെ നല്ല വിദ്യാഭ്യാസമുള്ള യുവജനങ്ങളെങ്കിലും ഇത് തിരിച്ചറിയണം. പക്ഷേ അവരും ഈ നേരത്തെ പറഞ്ഞ ആ സോഷ്യൽ ഫാസിസത്തിന് അടിമപ്പെട്ടിട്ട് മനസ്സിലായാൽ പോലും അവർ ഈ അഭിപ്രായം പറയുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. ഇൻഫോസിസ് വെറും സാധാരണക്കാരായിരുന്ന 6-8 എഞ്ചിനീയർമാർ അവരുടെ കുടുംബത്തിൽ നിന്നുള്ള റിസോഴ്സ് മാത്രം മൂലധനമാക്കിയിട്ട് പടുത്തുയർത്തിയ ഒരു സംരംഭമാണ് ഇൻഫോസിസ്. നമ്മൾ കോർപ്പറേറ്റുകളെ പറ്റി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? അവരുടെ വാല്യൂസിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അവരുടെ ഈ വാല്യൂസ് ആർക്കും നല്ലതും ചീത്തയും വരാം. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ വാല്യൂസ് മോശമായാൽ അവരെന്തുമാത്രം ജനദ്രോഹപരമായിട്ട് മാറുമെന്നുള്ളത് പോലെ തന്നെ കോർപ്പറേറ്റുകളിലും വാല്യൂസ് മോശമായാൽ സംഭവിക്കും. അപ്പം നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? നമ്മൾ നല്ല വാല്യൂസുള്ള കോർപ്പറേറ്റുകളെ സൃഷ്ടിക്കുകയും ഇതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിന് പകരം അതോടൊപ്പം നമ്മുടെ ഗവൺമെന്റ് ഗുണപരമായ രീതിയിൽ ഇതിന് നിയന്ത്രണങ്ങൾ വെക്കണം, റെഗുലേഷൻസ് വെക്കണം, മോണോപോളി വരാതെ നോക്കണം. തീർച്ചയായും അത്തരം റെഗുലേഷൻസ് നമുക്ക് ഒരുപാട് ഉണ്ട് എന്നുള്ള വസ്തുത നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്താണ്. അതിനെ മറച്ചു പിടിച്ചുകൊണ്ട് ഇതിനെ ബ്ലാങ്കറ്റായിട്ട് എതിർക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ടാറ്റ ഗ്രൂപ്പിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ടാറ്റയുടെ ചെയർമാനായിരുന്നു സൈറസ് മിസ്ത്രി. അദ്ദേഹത്തിന് ഈ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ഷെയർ ഹോൾഡിംഗ് അവരതായിരുന്നു. ഏറ്റവും വലിയ ഷെയർ ഹോൾഡറായിട്ടുള്ള മിസ്ത്രിയെ ടാറ്റ ഗ്രൂപ്പ് അതിൻ്റെ ചെയർമാൻ സ്ഥാനത്തിൽ നിന്ന് എടുത്ത് പുറന്തള്ളിയത് എന്തുകൊണ്ടാണ്? ടാറ്റ ഗ്രൂപ്പിൻ്റെ സെറ്റ് വാല്യൂസ്, ആ വാല്യൂസിൽ നിന്നും ഇദ്ദേഹം വ്യതിചലിച്ചു എന്നുള്ള ഒരു ആക്ഷേപത്തിൻ്റെ പുറത്ത് അതിലെ ഏറ്റവും വലിയ ഷെയർ ഹോൾഡർക്ക് അതിൻ്റെ ഉന്നത സ്ഥാനത്തിൽ നിന്ന് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു, ഇറക്കി വിട്ടു എന്നുള്ളതാണ്. അതേസമയം നോക്കൂ, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ചും ഇത്തരം ഈ ആദർശാത്മകത അവകാശപ്പെടുന്ന പാർട്ടികൾ അവരുടെ കോൺഗ്രസിലും പ്ലീനത്തിലും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന മൂല്യങ്ങളിൽ നിന്നും അവരുടെ നേതാക്കളെ വ്യതിചലിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് കാണുമ്പോൾ ഇതേപോലെയുള്ള ഒരു നിലപാടെടുക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ? അത് കഴിയാത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് കോർപ്പറേറ്റുകളെ കുറ്റം പറയാൻ എന്താണ് ധാർമ്മികമായിട്ടുള്ള അവകാശമുള്ളത്? ഇതൊരു വലിയ ചോദ്യമാണ്. നമ്മൾ ഈ മൂല്യങ്ങളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങളെ പേര് പറഞ്ഞിട്ട് ഒരു സ്ട്രക്ചറിന് ഈ എന്തില്ല, അതൊരു നിർഗുണമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ നല്ല ഗുണമോ മോശം ഗുണമോ അതിലിരിക്കുന്ന ആൾക്കാരനുസരിച്ചിട്ട് അതിന് വരും. അത് വ്യക്തികളുടെ മൂല്യവ്യവസ്ഥയിൽ നിന്നാണ് അതുണ്ടാകുന്നത്. അപ്പോൾ ആ കോർപ്പറേറ്റുകൾ മുറുകെ പിടിക്കുന്ന മൂല്യബോധം പോലും കാണിക്കാൻ പ്രായോഗിക തലത്തിൽ പറ്റാത്ത രാഷ്ട്രീയ പാർട്ടികൾ, നമുക്ക് ഒരുപാട് സാമ്പത്തിക സമൃദ്ധി പ്രദാനം ചെയ്യാൻ പറ്റുന്ന അത്തരം സംഘടനാ രൂപങ്ങളെ തമസ്കരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്നതിലുള്ള വൈരുദ്ധ്യം നമ്മുടെ സമൂഹം ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാം. ഈ പറഞ്ഞ പാർട്ടികളുടെ ആദർശകാലത്ത് നിന്ന് അടവ് നയകാലത്തേക്ക് വന്ന ആ പരിണാമ വൈചിത്ര്യമാണല്ലോ നമ്മൾ ചർച്ച ചെയ്തത്.
അത് ഒന്നുകൂടി വ്യക്തമാക്കാൻ പറ്റുമോ എന്തെങ്കിലും ഉദാഹരണത്തിലൂടെ? കാരണം ആളുകൾക്ക് അത് ആവശ്യമാവുമെന്ന് തോന്നുന്നു. നമ്മൾ കേരളത്തിലെ കൃഷിയും വ്യവസായമൊക്കെ തന്നെ അത് പിന്നോട്ടടിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ആ രംഗത്ത് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കാണപ്പെട്ടിരുന്ന ചൂഷണത്തിനെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പ്, മുന്നേറ്റം, അതാണ് അതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷനായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത്. അത് പാർട്ടി ഒരു ആദർശപരമായിട്ടുള്ള നിലപാടിൽ നിന്നിരുന്ന കാലത്ത് അതിന് പ്രസക്തിയും ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ അത്തരം കാര്യങ്ങൾ ആരോപിച്ച് സമൂഹത്തിന് ഒരുപാട് ഗുണം ചെയ്യാൻ പറ്റുന്ന, എന്തൊക്കെ ഗുണം? നമുക്ക് ഉൽപ്പാദനത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു, സർക്കാരിന് നികുതി വരുമാനം നൽകാൻ പറ്റുമായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറേ പോസിറ്റീവുകളും അതേസമയം നെഗറ്റീവുകളും ഉണ്ടായിരുന്ന ഒന്നിനെ നമ്മൾ ഈ കാരണങ്ങൾ പറഞ്ഞ് ഇല്ലാതാക്കിയപ്പോൾ പകരം നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന പരിണാമത്തിൻ്റെ പ്രീ 90s പോസ്റ്റ് 90s ഈ പ്രസ്ഥാനങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റവും അതിനനുസരിച്ച് അവർ ഗ്രസിച്ചിരുന്ന സമൂഹത്തിനുണ്ടായിട്ടുള്ള എവല്യൂഷനും നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന പഴയ പ്രവണതകളും പുതിയ പ്രവണതകളും ഉണ്ട്. ഇതിനെ നമുക്കൊന്ന് താരതമ്യം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന്, അന്ന് വ്യവസായികൾ ചൂഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞിരിക്കുന്ന 50 കൊല്ലം എടുത്തു കഴിഞ്ഞാൽ സമൂഹത്തിലെ ബ്ലേഡ് കമ്പനികൾ കൂടുകയാണോ കുറയുകയാണോ ചെയ്തിരിക്കുന്നത്? വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അന്ന് ഉൽപ്പാദനവും തൊഴിലും ഒക്കെ കൊടുത്തിട്ട് ഒരു എൻ്റർപ്രനർ നടത്തിയിരിക്കുന്ന ചൂഷണത്തെക്കാളും ഭീകരമായ ചൂഷണമാണ് ഉൽപ്പാദനമോ തൊഴിലോ നൽകാതെ ഈ ബ്ലേഡ് കമ്പനികൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചോര ഊറ്റി കുടിക്കുകയാണ് എന്നാണ്. അത് ഒരു കാര്യം. ഇനി രണ്ടാമത്തത് ലോട്ടറിയിലൂടെ നടക്കുന്നത് മറ്റൊരു വിധത്തിലുള്ള ചൂഷണം തന്നെയല്ലേ? പാവപ്പെട്ടവൻ്റെ പണം എടുത്ത് ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് ആൾക്കാരിൽ നിന്ന് അത് പിരിച്ചിട്ട് നിങ്ങൾ സ്വപ്നങ്ങൾ കൊടുത്ത് അവർ ചതിക്കുക. സമൂഹത്തിന് ഉൽപ്പാദന രംഗത്തോ തൊഴിൽ രംഗത്തോ ഒരു സംഭാവനയും നൽകാത്ത ഏതോ കുറേ ഭാഗ്യവാന്മാരെ സമ്പന്നരാക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം. നേരത്തെ നമ്മൾ ഈ തൊഴിലും ഉൽപ്പാദനമൊക്കെ നടത്തിയ ആളെയാണ് ചൂഷണം എന്ന് പറഞ്ഞ് അതിനെ അവസാനിപ്പിച്ചത്. ഇന്ന് നമ്മൾ അതിനേക്കാളും എത്രയോ ലാർജ് സ്കെയിലുള്ള സമ്പത്തിൻ്റെ കേന്ദ്രീകരണമാണ് ഇതിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഒരു ടിക്കറ്റിന് വലിയ ബമ്പറൊക്കെ ആണെങ്കിൽ 500 രൂപ വരെയൊക്കെ ഉണ്ടെന്ന് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ശരിക്ക് നല്ലൊരു കോർപ്പറേറ്റ് 500 രൂപ ഷെയർ വെച്ച് സാധാരണക്കാരൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട്, അതാണല്ലോ ഇപ്പം നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് വരും. ഏകദേശം വിൽക്കപ്പെടുന്ന ലോട്ടറികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഒരു ഓണം ബമ്പർ, വിഷു ബമ്പർ ഒക്കെ വരുമ്പോൾ 70 ലക്ഷമൊക്കെയാണ് ഏകദേശം കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്നത്. അത്രയും ടിക്കറ്റ്. അപ്പോൾ 70 ലക്ഷം ടിക്കറ്റ് വിൽക്കുന്നു. 500 രൂപയുടെ എന്ന് പറഞ്ഞാൽ 350 കോടി രൂപയാണ് അതിൽ സമാഹരിക്കുന്നത്. ഈ 350 കോടി രൂപ ഒരു ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യാനോ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ് ഉണ്ടാക്കാനോ ചെയ്തിട്ട് അതിൽ നിന്നും കാലാകാലമുള്ള വരുമാനം അതിൻ്റെ എല്ലാവർക്കും കൊടുക്കുന്നതാണ് ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചറിൽ ചെയ്യുന്നത്. അത് സസ്റ്റൈനബിളാണ്. അതിന് പകരമാണ് ഇത്രയും ആൾക്കാരെ പൊട്ടന്മാരാക്കിയിട്ട് കുറച്ച് പേരിൽ മാത്രം അത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളൊരു സോഷ്യലിസ്റ്റ് പാതയിലാണ് പോകുന്നത് എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം നോക്കാം. നമ്മുടെ PSC മെമ്പേഴ്സിന് കൂട്ടിക്കൊടുക്കാൻ ലക്ഷങ്ങൾ കൂട്ടാൻ നമുക്ക് പൈസ ഉണ്ട്. പക്ഷേ ആശാ വർക്കേഴ്സിന് ഒരു 100 രൂപ കൂട്ടാൻ നമ്മളുടെ അടുത്ത് പൈസയില്ല. എന്താണ് അതിൻ്റെ കാരണം? PSC മെമ്പേഴ്സിന് കൂട്ടിക്കൊടുത്താൽ അവരിൽ നിന്ന് ലെവി കിട്ടും. ഈ ആശാ മെമ്പേഴ്സിൻ്റെ അടുത്ത് എന്ത് കിട്ടാനാണ്? ഇത് നമ്മുടെ എല്ലാവിധ തൊഴിലാളി പ്രസ്ഥാനങ്ങളെ ഇന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇന്ന് പാവപ്പെട്ട നേഴ്സുമാർ, ഇവിടെ സ്വകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാർ, ഇവിടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന വെറും 5 അക്കം പോലും തികയാത്ത ശമ്പളം വാങ്ങുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികൾ, സ്ത്രീജനങ്ങളുണ്ട്. ഇവരെയൊക്കെ സംഘടിപ്പിക്കാനോ അവരുടെയൊക്കെ വേതനത്തിൽ എന്തെങ്കിലും മെച്ചപ്പെടുത്താനോ ഉള്ള താല്പര്യത്തേക്കാൾ കൂടുതൽ താല്പര്യം ആറക്ക ശമ്പളം വാങ്ങുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളെ സംഘടിപ്പിക്കാനും അവരെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കാനും എന്തുകൊണ്ട് സമൂഹത്തിൽ കാണുന്നു എന്നുള്ളൊരു ചോദ്യമല്ലേ? കാരണം ഇവിടെ ഈ നക്കാപ്പിച്ച കിട്ടുന്ന തൊഴിലാളികളെക്കാളിലും നമുക്ക് നല്ലത് അവരുടെ ഉടമസ്ഥകളുമായിട്ടുള്ള ഡീലിംഗ് ആണ്. അതെ. അതുകൊണ്ട് അവിടെയൊന്നും ഒരു സമരമോ ഒന്നുമില്ല. അതേസമയം ഇവിടെ ഈ പൊതുമേഖലയിൽ ജനങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതാണ്.
അവിടെ നമ്മൾ മിച്ചമൂല്യത്തിൻ്റെയൊക്കെ പ്രിൻസിപ്പിൾ കൊണ്ടുവന്നിട്ട് ഇപ്പോഴും സമരവും അവകാശ പ്രഖ്യാപനങ്ങളും എല്ലാം നടത്തിയിട്ട് അതിനെ ബലഹീനമാക്കാനുള്ള പ്രവർത്തനങ്ങൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വൈരുദ്ധ്യവും ഇതിൻ്റെ ഭാഗമാണ്. മറ്റൊന്ന്, നമ്മുടെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതിലുള്ള പോസ്റ്റുകൾ, അവിടെ ഓരോ പോസ്റ്റിൽ നമ്മളിപ്പോൾ 30-35 ലക്ഷം മിനിമം കൊടുത്തിട്ട് കയറുന്നു നിൽക്കുക. അത് 50, 60, 70 ഒക്കെ അതിൻ്റെ കോളേജിലേക്കൊക്കെ എത്തുമ്പോൾ അല്ലെങ്കിൽ പല സ്ഥലത്തും മാറുന്നുണ്ട്. നിങ്ങളൊരു 35 വർഷം ജോലി ചെയ്യുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ 35 ലക്ഷം ഇത് കൊടുത്തിട്ട് കയറുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ വർഷം മുതൽക്ക് നിങ്ങൾ റിട്ടയർ ചെയ്യുന്ന വർഷം വരെ കിട്ടുന്ന സാലറിയിൽ നിന്നും 1 ലക്ഷം രൂപ വീതം ഒന്നിച്ച് ചൂഷണത്തിനുള്ളൊരു അവസരം ഉണ്ടായി കൊടുക്കുകയാണ്. അതെ, നേരത്തെ നിങ്ങൾക്കൊരാൾ തൊഴിൽ തന്ന് നിങ്ങൾക്ക് ശമ്പളം തന്ന് ഉൽപ്പാദനത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്ത് സർക്കാരിന് നികുതികൾ കൊടുത്ത് ചെയ്ത ഒരാളെ ചൂഷകൻ എന്ന് വിളിച്ചിട്ട് അതിന് കത്തിവെച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഈ ചൂഷണത്തിൽ ഒരു പ്രശ്നവും തോന്നില്ല. നമുക്ക് പറയാം ഇതിവിടെ പരമ്പരാഗതമായിട്ട് ഉള്ളതാണ്, അതിനെ മാറുന്നതിൽ ഭയങ്കര എതിർപ്പുകൾ വരും, അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, ഇതൊക്കെ അവർക്ക് ന്യായവാദങ്ങൾ അറ്റ്ലീസ്റ്റ് ആന്തരികമായിട്ട് പറയാനുണ്ടാവും. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ ആരാണ് +2 ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അറ്റ്ലീസ്റ്റ് +2 ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതൊരു പുതിയ സെറ്റപ്പാണ്, ഇതിൽ ഞങ്ങൾ എല്ലാ നിയമനങ്ങളും PSC മുഖാന്തരമേ ചെയ്യുകയുള്ളൂ എന്നുള്ളൊരു കണ്ടീഷനിൽ +2 ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ചെയ്തില്ല? ഉണ്ടാക്കി കൊടുക്കുക ചെയ്തത് അവസരം. അതായത് ഈ അവസരം, ചൂഷണത്തിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും അതിൽ നിന്ന് പങ്കുപറ്റുകയാണ്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു എവല്യൂഷൻ ഉണ്ടല്ലോ, pre-90s to post-90s, അതിൻ്റെ കൂടെ ഭാഗമാണ്. അതിപ്പോൾ എവിടത്തേക്ക് കൂടി വ്യാപകമായിരിക്കുന്നു? കോപ്പറേറ്റീവ് ബാങ്കുകളിലേക്ക് കൂടി. യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ വെറുതെ ഇലക്ഷൻ ജയിച്ച് ഡയറക്ടറായി എന്ന് പറയുന്ന ആൾ ഒരു പ്യൂണിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 30-35 ലക്ഷം വാങ്ങുന്നത്. എന്താണ് ഈ പ്യൂണിന് പോലും ഇത് കൊടുക്കുന്നത്? പ്യൂണായാലും 3 കൊല്ലം കഴിഞ്ഞാൽ എക്സാം എഴുതി ക്ലർക്കാവാം, അവൻ തന്നെയാണ് എന്താവുന്നത്, പ്രൊമോഷനായിട്ട് ഇതിൻ്റെ GM വരെ പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇപ്പോൾ 35 ലക്ഷം കൊടുത്താൽ, അതായത് 35 ലക്ഷം ഇറക്കി ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുക അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി തുടങ്ങുക എന്നുള്ളത് ഒരാളും ചിന്തിക്കാത്ത ഒരു സമൂഹത്തിൽ റിഗ്രസീവായിട്ടുള്ള ഈ മാതിരി കാര്യങ്ങളിലേക്ക് മൂലധനം ഇറക്കി ലാഭം ഉണ്ടാക്കാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ളതാണ് അരനൂറ്റാണ്ട് കാലത്തെ വിപ്ലവ ആശയങ്ങളുടെ ബാക്കി പത്രം എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ അധ്യാപകരെ നിയമിക്കുന്നതിൽ വാങ്ങുന്ന 30 ലക്ഷമോ 50 ലക്ഷമോ ഒന്നും അല്ല ഇപ്പോൾ ഇവരുടെ ഈ +1 ഉണ്ടല്ലോ, ഒരു അത്യാവശ്യം കൊള്ളാവുന്നത് എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് പോയി വരാവുന്ന അടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ +1 അഡ്മിഷൻ കിട്ടാൻ 10,000, 20,000, 30,000 രൂപ വെച്ചിട്ടാണ് കുട്ടികളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത്. എത്ര കോടികൾ ഉണ്ടാക്കാനാണ് കഴിയുന്നത്? ഇവർ സമ്മർദ്ദം ചെലുത്തിയിട്ട് +2വിൻ്റെ സയൻസോ അതല്ലെങ്കിൽ ഇവർക്ക് ആവശ്യമുള്ളതുമായ സീറ്റുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൂല്യബോധത്തോടുകൂടി വ്യവസായങ്ങളോ വാണിജ്യങ്ങളോ സംരംഭങ്ങളോ തുടങ്ങുന്നവർക്ക് അവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാതെ, സമ്പദ് വ്യവസ്ഥയെ ഫ്ലറിഷ് ചെയ്യാൻ അനുവദിക്കാതെ, ഇതേപോലെ റിഗ്രസീവായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം അനുവദിക്കുകയും അതിൽ നിന്ന് പങ്കുപറ്റുകയും ചെയ്യുന്നതിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എത്തി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി ഇതിൻ്റെ മറ്റ് ചില കാര്യങ്ങളിലേക്ക് കൂടി നമുക്ക് കാണാം. BSNL എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ ഈയിടെ പത്രങ്ങളിൽ വായിക്കുകയുണ്ടായി. ഏകദേശം 200-300ഓളം കോടിയുടെ തട്ടിപ്പുകളാണ് വളരെയധികം വിദ്യാസമ്പന്നരായിട്ടുള്ള തങ്ങളുടെ സഹപ്രവർത്തകരോട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കേണ്ട ആൾക്കാർ, ഇത്തരം സൊസൈറ്റിയിലൊക്കെ അവരുടെ പ്രതിനിധികളായിട്ട് ഭാരവാഹികളായിട്ടുള്ള ആൾക്കാരാണ് ഈ പൈസ മുഴുവൻ തട്ടിച്ചു കൊണ്ടുപോയത് എന്നുള്ളത് കാണാം. അപ്പോൾ നമുക്ക് ഒരു BSNLൻ്റെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സത്യസന്ധമായിട്ടും കാര്യക്ഷമമായിട്ടും നടത്താൻ പറ്റില്ല. അതിൽ തട്ടിപ്പ് നമ്മൾ നടത്തുകയാണെങ്കിൽ നമുക്ക് ഈ കോർപ്പറേറ്റുകളുടെ ഇതിനെപ്പറ്റി പറയാൻ എന്താണ് നമുക്കൊരു ഇതുള്ളത്? ഇനി നമ്മൾ കരുവണ്ണൂർ പോലെയുള്ള ഈ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നടന്ന ഫണ്ടിൻ്റെ ഡൈവേർഷൻ നോക്കൂ. അവിടെ നിക്ഷേപകർ ഏൽപ്പിച്ച പണം ഇത്ര പച്ചയായിട്ട് കൊള്ളയടിച്ച് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ഇത്ര വലിയ പാതകങ്ങളൊന്നും നേരത്തെ ഇവിടുത്തെ സംരംഭകർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സംരംഭകരെയൊക്കെ ചൂഷണത്തിൻ്റെ പേര് പറഞ്ഞ് നമ്മൾ സമൂഹത്തിൽ ഉൽപ്പാദനം ഇല്ലാതാക്കി തൊഴിലില്ലാക്കിയിട്ട് പകരം നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ചൂഷണവും അതുപോലുള്ള കാര്യങ്ങളുമാണ് എന്നുള്ളതാണ്. മാത്രമല്ല നമ്മുടെ പത്ര റിപ്പോർട്ടുകളിലെ ED അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം,
തൃശ്ശൂർ ജില്ലയിൽ വായ്പയെടുത്ത് അത് അടയ്ക്കാൻ പറ്റാത്ത വായ്പക്കാർക്ക് ചില ബ്ലേഡ് കമ്പനികളിലേക്ക് ഈ വായ്പ ടേക്ക് ഓവർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്തു. ആര്? പാർട്ടിയുടെ നേതാക്കൾ. നമുക്കറിയാം, ഒരു 8% മുതൽ 12% വരെ പലിശ വാങ്ങുന്ന നമ്മുടെ ഷെഡ്യൂൾഡ് ബാങ്കുകളിലെ വായ്പ അടയ്ക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഈ വായ്പ ജീവിതത്തിൽ ഒരിക്കലും അടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അവൻ്റെ ആസ്തി എന്താണോ, പണയം വെച്ചത് എന്താണോ, അത് എന്നേക്കുമായിട്ട് അവന് നഷ്ടപ്പെടുത്താനുള്ള അറിഞ്ഞുകൊണ്ട് ഒരു സാഹചര്യത്തിലേക്ക് അവനെ എത്തിച്ച്, നിനക്ക് ഞാനിതാ ഇവരിൽ നിന്നും രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്നൊരു ധാരണ കൊടുക്കുകയും അതിന് കമ്മീഷൻ വാങ്ങുകയും ചെയ്യുന്ന പാർട്ടി നേതാക്കൾ ഉള്ള ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ, നമ്മൾ സംരംഭകനെ ചൂഷകൻ എന്ന് പറയുമ്പോൾ ഇത് അതിലും എത്ര വലിയ ചൂഷണമാണ് എന്നുള്ളത് നമ്മുടെ സമൂഹം ചിന്തിക്കുന്നുണ്ടോ? ഇത് ചെയ്യാൻ ഈ പറഞ്ഞിരിക്കുന്ന പാർട്ടിയുടെ ആദർശങ്ങൾ വിശ്വസിക്കുന്നവരോ അതിൻ്റെ നേതാക്കന്മാരായിരിക്കുന്ന ആൾക്കാർക്ക് തന്നെ പറ്റുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതൊന്നും സംഭവിക്കുന്നത് എന്തെങ്കിലും ഈസത്തിൻ്റെയോ അല്ലെങ്കിൽ ഒന്നും പ്രശ്നം കൊണ്ടല്ല. ഉദാഹരണത്തിന് ജന്മിത്വത്തിൻ്റെ പ്രശ്നം, ഫ്യൂഡലിസത്തിൻ്റെ പ്രശ്നം എന്നൊന്നും നമ്മൾ പറയുന്നതിൽ കാര്യമില്ല എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അനഭിലഷണീയമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് നേരത്തെ നിലനിന്നിരുന്ന വ്യവസ്ഥകളുടെ തകരാറ് എന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്നതാണ് ഇവിടെ നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം. നമുക്ക് അർത്ഥവിചാരത്തിൻ്റെ അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം.